ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിൽ ലക്ഷങ്ങളുടെ പിരിവ് നടക്കുന്നതായി ആക്ഷേപം. +2 പരീക്ഷ ആരംഭിക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റം കോഴയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ആക്ഷേപം ഉയരുന്നു. ഇഷ്ടക്കാരെ ലിസ്റ്റിൽ തിരികെ കയറ്റാനും ചിലരെ വെട്ടിമാറ്റാനും തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നത് ലക്ഷങ്ങളുടെ ഇടപാടുകൾ. പരീക്ഷ പടിവാതുക്കൽ എത്തി നിൽക്കെയാണ് സർക്കാർ +2 അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി തുടങ്ങിയത്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ജനറൽ ട്രാൻസ്ഫർ നടന്നിട്ടില്ലെന്നായിരുന്നു സ്ഥലം മാറ്റത്തിന് കാരണമായി സർക്കാർ നൽകുന്ന വിശദീകരണം. സർക്കാരിൻ്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ട്രാൻസ്ഫർ ഇടപാടിൽ കോടികളാണ് മറിയുന്നത്. ഇഷ്ട സ്കൂളിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നതിനും നിലവിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ നിന്ന് തൊട്ടടുത്തേക്ക് മാറ്റം ലഭിക്കുന്നതിനും കോഴയായി ചോദിക്കുന്നത് 50,000 മുതൽ മുകളിലോട്ടാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ട്രാൻസ്ഫറിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കണ്ടെത്തിയിരുന്നു. ട്രൈബ്യൂണൽ ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് കഴിഞ്ഞ 4 ദിവസമായി തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ച് വൻ അഴിമതിയാണ് നടക്കുന്നത്. നേരത്തെ സ്ഥലം മാറ്റം കിട്ടിയ അധ്യാപകർ പുതിയ സ്കൂളുകളിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ നിന്നും സ്ഥലം മാറി പോകേണ്ട അധ്യാപകർക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടാത്തതിനാൽ നിലവിൽ അതേ സ്കൂളുകളിൽ തുടരുകയാണ്. ഫലത്തിൽ ഒരേ വിഷയത്തിന് ഒന്നിലധികം അധ്യാപകർ ഒരേ സ്കൂളിൽ ഉള്ളപ്പോൾ ചില സ്കൂളുകളിൽ അധ്യയനം നടത്താൻ അധ്യാപകരെയില്ല. സ്കൂളുകളിൽ ഇന്റേണൽ അസസ്മെൻറ്റുകൾ നടക്കുന്ന സാഹചര്യത്തിൽ അധ്യാപകരെ മാറ്റുന്നത് മൂല്യനിർണ്ണയവും താളം തെറ്റിച്ചിരിക്കുകയാണ്. പൊതുസ്ഥലം മാറ്റങ്ങൾ നടക്കുന്നത് അധ്യയനം ആരംഭിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലാണെന്നിരിക്കെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നടത്തുന്ന ഈ സ്ഥലമാറ്റ കച്ചവടത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കടുത്ത ആശങ്കയിലാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.